നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ള മൂവി ഡയറക്ടറാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൈസ്കൂളിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് കിട്ടുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണു? നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാണ്. ഒരു 18 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിം. എന്തായാലും സിനിമയ്ക്കുള്ള ബഡ്ജറ്റ് ഇല്ല. ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ഉണ്ടാക്കാം. ഈ ഷോർട്ട് ഫിലിം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൺ ഡാൻസ് മൂവി ഫെസ്റ്റിവലിൽ സെലക്ട് ആവുകയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ച്വൽ മൂവി ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ടാക്കിയ സിനിമ 5 ഓസ്കാർ അവാർഡ് നോമിനേഷൻസ് ലഭിക്കുകയാണ് ഈ സിനിമയ്ക്ക്. അതിൽ 3 അത് വിൻ ചെയ്തു. അത് കൂടാതെ ഗോൾഡൻ ഗ്ലോബ് അടക്കം 144 അവാർഡ് നോമിനേഷൻസ് കിട്ടിയിട്ട് 99 വിൻ ചെയ്തു. ഏതാണ് ഈ സിനിമ എന്നല്ലേ? വിപ്ലാഷ്. നമ്മുടെ ഡയറക്ടർ ഡാമിയൻ ഷസലാണ്. നമ്മുടെ ലാലാ ലാൻഡൊക്കെ എടുത്ത ഡയറക്ടർ. അപ്പോൾ പുള്ളി ഹൈസ്കൂളിലുള്ള സമയത്ത് ഒരു ജാസ് ബാൻഡിൽ ജോയിൻ ചെയ്തിരുന്നു ഡ്രമ്മറായിട്ട്. അപ്പോൾ ബേസിക്കലി പുള്ളിക്ക് അത്ര നല്ലൊരു അനുഭവമല്ല ഇൻസ്ട്രക്ടറുടെ കയ്യിൽ നിന്ന് ഉണ്ടായത്. അല്ല, ചില ഇൻസ്ട്രക്ടേഴ്സൊക്കെ വളരെ ബ്രൂട്ടലായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മ്യൂസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ വിപ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിപ്ലാഷിൻ്റെ ബേസിക് സ്റ്റോറി എന്താണെന്നുണ്ടെങ്കിൽ, ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റ് ഒരു ബെസ്റ്റ് ഡ്രമ്മർ ആവാൻ വേണ്ടിയിട്ട് ഡ്രീം ചെയ്യുന്ന ഒരാളാണ്. അതേ ഹൈസ്കൂളിൽ ഒരു ബാൻഡിനെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകൻ. ഇവർ തമ്മിലുള്ള ബന്ധം, അതുപോലെ ഈ ഡ്രമ്മർ എങ്ങനെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് തൻ്റെ പരിമിതികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമ്മറായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് വിപ്ലാഷ് ബേസിക്കലി എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പേര് മൈൽസ് എന്നാണ്. ഇൻസ്ട്രക്ടറുടെ പേര് ഫ്ലെച്ചർ. ഫ്ലെച്ചറെ പോർട്രേ ചെയ്തിരിക്കുന്നത് ജെ.കെ. സിമ്മൺസ് ആണ്. പുള്ളിക്കാണ് ഓസ്കാർ കിട്ടിയത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻറ്റ് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ജെ.കെ. സിമ്മൺസ് ചെയ്ത ക്യാരക്ടർ ഫ്ലെച്ചർ ഒരു ദിവസം കണ്ടുപിടിക്കുകയാണ് കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ ഇൻസ്ട്രക്ടർ പറയുകയാണ്, ഓക്കെ, നിങ്ങൾ തെറ്റില്ലാണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ബാൻഡിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അതോടുകൂടി ഈ സ്റ്റുഡൻറ്റ് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. കാരണം ഫ്ലെച്ചർ എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ഇൻസ്ട്രക്ടേഴ്സാണ് അവിടെയുള്ളത്. അപ്പോൾ പുള്ളി അപ്പോൾ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. മൈൽസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. അതായത് ഈ ഫ്ലെച്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ടർ പെർഫെക്ഷന് വേണ്ടി ഏതളവിലും പോകാൻ മടിക്കാത്ത ഒരാളാണ്. പുള്ളിയുടെ സ്റ്റുഡൻസിനെ തല്ലും, തെറി വിളിക്കും, അപമാനിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ലിറ്ററലി ടോർച്ചറാണ്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് മൈൽസിന് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ പോകെ പോകെ മൈൽസിന് കാര്യം മനസ്സിലായി. അതായത് ഫ്ലെച്ചറുടെ ചീത്ത സഹിക്കാൻ പറ്റുന്നില്ല, അടി സഹിക്കാൻ പറ്റുന്നില്ല, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇതൊന്ന് വിട്ടുപോകാനും പറ്റുന്നില്ല. പുള്ളി ആകെ ഒരു ഡിലമയിൽ പെടുക. ഇതിലെ ചില സീനുകളിൽ പ്രാക്ടീസ് സെഷൻസ് ചില സീനുകളൊക്കെ ഉണ്ട്. അതപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട്, എനിക്കൊക്കെ എൻ്റെ ഹൈസ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, UP ഹൈസ്കൂൾ ടൈമിൽ ചില ടീച്ചർമാരെയൊക്കെ ഓർമ്മ വന്നു. ചില ടീച്ചർമാരുണ്ടല്ലോ, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, എന്നാലും തല്ലാനും അടിക്കാനും പിടിക്കാനൊന്നും മടിക്കാത്ത. അപ്പോൾ അതുപോലെ ക്യാരക്ടറാണ് ഫ്ലെച്ചർ ഇതിൽ. ഭയങ്കര ഒരു എന്താ പറയുക, ആരോഗൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ പേടിയാവുന്ന ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ഫ്ലെച്ചർ. അപ്പം അങ്ങനെ സിനിമ പോകെ പോകെ പോയിട്ട് ഈ മൈൽസ് സ്വന്തം പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുമോ, അറിയുകയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ടർ അയാളുടെ ലൈഫിൽ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരിക, ഇതൊക്കെയാണ് വിപ്ലാഷ് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വെറും 19 ദിവസം കൊണ്ടാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് $3.3 മില്യൺ ആണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്കവാറും റീസെൻ്റ്ലി പുറത്തിറങ്ങുന്ന എല്ലാ ഹോളിവുഡ് മൂവീസും ഷൂട്ട് ചെയ്യുന്നത് മാസങ്ങളെടുത്തിട്ടും അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് 100 മില്യൺ, 200 മില്യൺ, 300 മില്യൺ ഒക്കെയാണ്. അവിടെയാണ് വിപ്ലാഷ് ഡിഫറൻ്റ് ആവുന്നത്. ആ ക്രാഫ്റ്റ് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ 3.3 മില്യണിൽ ചെയ്ത 19 ദിവസം കൊണ്ട് ചെയ്ത ഈ പടം വേൾഡ് വൈഡായിട്ട് 50 മില്യൺ റവന്യൂ ആണ് കളക്ട് ചെയ്തത്. പിന്നെ ഇതൊരു മ്യൂസിക് ബേസ്ഡ് മൂവി ആയത് കാരണം തന്നെ ഇതിലെ സൗണ്ട് ട്രാക്സ് ഒക്കെ അമേസിംഗ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇൻഫാക്ട് എൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് സൗണ്ട് ട്രാക്കിനാണ് ഞാൻ കുറേ കാലം റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരുന്നതാണ്. ഇതിലെ പല പീസസും ഒറിജിനലി ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പീസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാരവാൻ എന്ന് പറയുന്ന ഒരു പീസൊക്കെ ഉണ്ട്. അതൊക്കെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ പീസസ് തന്നെയാണ്. അതുപോലെ ഇതിൽ ഈ ആക്ടേഴ്സ് എല്ലാവരും റിയൽ മ്യൂസീഷ്യൻസ് ആണ് ഈ മൈൽസിൻ്റെ കൂടെ. ഈ മൈൽസ് എന്ന് പറയുന്ന, അതായത് ലീഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ച ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞല്ലോ, പുള്ളി ഒരു 15ാമത്തെ വയസ്സ് മുതൽ ഡ്രംസ് വായിക്കുന്ന ഒരാളാണ്. പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഹാർഡായിട്ട് മാസങ്ങളോളം ട്രെയിൻ ചെയ്ത് ഇതിൽ 99% ഡ്രമ്മിങ്ങും പുള്ളി സ്വന്തം ചെയ്തതാണ്. അത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ഈ ഡ്രംസ് എന്നൊക്കെ പറയുന്നത് ഡ്രംസ് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും എനിക്കുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഞാൻ ഈ ഡ്രംസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫാനായി മാറി. അതായത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മ്യൂസിക് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഏത് തരത്തിലുള്ള മ്യൂസിക് ആവട്ടെ, ഈ ഒരൊറ്റ സിനിമ നിങ്ങളെ മാറ്റിമറിക്കും. നിങ്ങൾ എന്താണ് ജാസ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡ്രമ്മർ പെർഫോം ചെയ്യുന്നത് സെർച്ച് ചെയ്യാൻ തുടങ്ങും.
അതുപോലെ ഇതിലെ പല സീനുകളിലും ഡ്രം ചെയ്തിട്ട് ഈ മൈൽസിൻ്റെ കയ്യിൽ നിന്ന് ചോരയൊക്കെ വരുന്ന സീനുകളുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഫേക്ക് അല്ല, റിയൽ ആയിട്ട് ചെയ്തതാണ്. ഈ ഇൻറ്റൻസ് പ്രാക്ടീസ് സെഷൻസ് കാരണം മൈൽസിൻ്റെ കൈ ലിറ്ററലി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതുപോലെ പല സീനുകളിലും ഡയറക്ടർ കട്ട് വിളിച്ചിരുന്നില്ല. കാരണം കട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഡ്രംസ് അടിക്കുന്നത് നിർത്തുമല്ലോ. ഇത് വിളിക്കാതെ മണിക്കൂറുകളോളം ഡ്രംസിൽ ഈ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യിച്ച് പെർഫെക്ഷനിലെത്തിയാണ്. എൻ്റെ ഒരു ഓൾ ടൈം ടോപ്പ് 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതൊരു പ്രശ്നമാണല്ലോ. ടോപ്പ് 10 മൂവീസ് ഏറ്റവും നല്ല മൂവി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ഓൾ ടൈം ടോപ്പ് 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിപ്ലാഷ് വിൽ മേക്ക് ഇറ്റ് ടു ലിസ്റ്റ്. അപ്പോൾ വിപ്ലാഷ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൂവിയല്ല, ജസ്റ്റ് ഒരു മ്യൂസിക് ബേസ്ഡ് മൂവിയല്ല. നിങ്ങൾക്ക് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ ഏത് ലെവൽ വരെ പോകാൻ നിങ്ങൾ തയ്യാറാണ്? അതാണ് ഈ മൂവി ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് കാണാത്തവർക്ക് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. എനിക്ക് പലപ്പോഴും ഈ മൂവി വളരെ പേഴ്സണലായിട്ട് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ലെവൽ വരെ പ്രാക്ടീസ് ചെയ്യാൻ, സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്, ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാന്നുള്ളത് നമ്മൾ പലപ്പോഴും ലെജൻസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. ഈ പറയുന്ന പോലെ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ മൈക്കൽ ഷൂമാക്കർ അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ് ഇതിലൊക്കെ. അപ്പോൾ ഇവരെല്ലാം ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത ആൾക്കാരാണ്. അത് വളരെ ഈസി ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എവിടെയാണ് ആ ലിമിറ്റ്? എവിടെ നിന്നാണ് നിങ്ങളത് ക്രോസ് ചെയ്യുന്നത്? അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് വിപ്ലാഷ്. ചെക്ക് ഇറ്റ് ഔട്ട് ഫോർ ദി പെർഫോമൻസ്, check it out for the amazing score, and check it out for Fletcher. Thank you.